എല്ലാവർക്കും നമസ്കാരം. സജിതം ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കാര്യത്തിലും വൈവിധ്യത കാണാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഭൂമിശാസ്ത്രം, സംസ്കാരം, ചരിത്രം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യക്ക് വൈവിധ്യത അവകാശപ്പെടാം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് പറന്നെത്തുന്നതിന് പിന്നിലും ഇതുതന്നെയാണ് കാരണം. എല്ലാ തരത്തിലുമുള്ള സ്ഥലങ്ങളും ഇവിടെയുണ്ട്. തണുപ്പ് ആസ്വദിക്കാൻ ഹിൽ സ്റ്റേഷൻ, കടലിൽ അടിച്ചുപൊളിക്കാൻ ബീച്ചുകൾ, വന്യജീവികളെയും ഇഷ്ടമുള്ളവർക്ക് കാടും ഇവിടെ ആസ്വദിക്കാം. ഇതിനൊക്കെ പുറമെ ദുരൂഹതകളും ചുരുളഴിയാത്ത രഹസ്യങ്ങളുമുള്ള സ്ഥലങ്ങളും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അത്തരത്തിൽ ദുരൂഹതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ബോറ ഗുഹകൾ. മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെയും വാസസ്ഥലം, കാലങ്ങളോളം പ്രകൃതി ഒളിപ്പിച്ചു വെച്ച അത്ഭുത പ്രതിഭാസം. വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ചേർന്ന് കഥകൾ രചിച്ച ബോറ ഗുഹകൾ ഉള്ളിൽ അത്ഭുതങ്ങൾ ഒളിപ്പിച്ച ഇടമാണ്. ഒരു ക്യാൻവാസിലെ പെയിൻറ്റിങ് പോലെ. അസ്തമയ സമയത്തെ ചക്രവാളത്തിൻ്റെ ഭംഗി പോലെ മനോഹരമാണ് ഇതിനുള്ളിലെ കാഴ്ചകൾ. കൺമുന്നിൽ കണ്ടാൽ മാത്രം വിശ്വസിക്കാൻ സാധിക്കുന്ന അത്രയും അവിശ്വസനീയമാണ് ബോറ ഗുഹകൾ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗുഹകളിലൊന്നാണ് ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം അരക്കുവാലിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ബോറ ഗുഹകൾ. സമുദ്രനിരപ്പിൽ നിന്നും 2313 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹ ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ഗുഹ കൂടിയാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ നീണ്ടുകിടക്കുന്ന ഗുഹയുടെ ഗുഹാമുഖത്തിന് 100 മീറ്റർ വിസ്തൃതിയുണ്ട്. എന്നാൽ 0.35 കിലോമീറ്റർ ദൂരം മാത്രമേ സന്ദർശകർക്ക് ഇതിനുള്ളിലേക്ക് പോകുവാൻ അനുമതിയുള്ളൂ. സ്റ്റാലക്റൈറ്റ്, സ്റ്റാലഗ്നൈറ്റ് എന്നിങ്ങനെ 2 തരത്തിലുള്ള പാറകളാണ് ഇവിടെയുള്ളത്. ഇതിൽ കൂടുതലും ചുണ്ണാമ്പ് കല്ലുകളാണ്. ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴോട്ട് വളരുന്ന പാറകളാണ് സ്റ്റാലക്റൈറ്റ്. ഈ 2 തരത്തിലുള്ള പാറകളും ചേർന്ന് വ്യത്യസ്ത രൂപങ്ങളാണ് ഈ ഗുഹയ്ക്കുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസങ്ങളാൽ നിറഞ്ഞ ഒരിടമാണിത്. ഹൈന്ദവ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ചേർന്ന് കിടക്കുന്ന ഒട്ടേറെ സ്റ്റോൺ ഫോർമേഷനുകൾ ഇവിടെ കാണാം. ഋതുപർണൻ, പാണ്ഡവർ, ശങ്കരാചാര്യർ തുടങ്ങിയവർ ഇവിടെ ഈ ഗുഹയ്ക്കുള്ളിൽ പൂജകൾ നടത്തിയിട്ടുണ്ടത്രേ. വിവിധ വലിപ്പത്തിലുള്ള ശിവലിംഗങ്ങൾ, ശേഷനാഗം, ഐരാവതം, ബ്രഹ്മാവിൻ്റെ വാഹനമായ അരയന്നം തുടങ്ങിയവയുടെ രൂപങ്ങൾ കല്ലിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇവിടെ കാണാം. ഇതുകൂടാതെ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ രൂപം, അമ്മയുടെയും കുഞ്ഞിൻ്റെയും രൂപം, അങ്ങനെ നിരവധി രൂപങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. പഠനങ്ങൾ അനുസരിച്ച് ഏകദേശം 150 മില്യൺ വർഷത്തിലധികം പഴക്കം ഈ ഗുഹകൾക്കുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1807 മാത്രമാണ് പുറമേ നിന്നൊരാൾക്ക് ഈ ഗുഹ കണ്ടെത്തുവാനാകുന്നത്. ജിയോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വില്യം കിങ് ജോർജാണ് വളരെ അവിചാരിതമായി ഈ ഗുഹകൾ കണ്ടെത്തിയത്. മിഡിൽ പാലിയോലിത്തിക് സംസ്കാര സമയത്ത് രൂപം കൊണ്ടവയാണ് ഈ പാറകൾ എന്നും ചരിത്രം പറയപ്പെടുന്നു. എത്ര കടുത്ത വേനലിലും ഇവിടെ ഗുഹയ്ക്കുള്ളിൽ കഠിനമായ തണുപ്പ് മാത്രമായിരിക്കും അനുഭവപ്പെടുക. പുറത്തെ കാലാവസ്ഥ എന്തുതന്നെ ആയാലും അതൊന്നും ഗുഹയെ ബാധിക്കുകയില്ല. സമുദ്രനിരപ്പിൽ നിന്നും 1400 അടി മുകളിലാണ് ഇവിടമുള്ളത്. നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഇവിടം സന്ദർശിക്കാൻ യോജിച്ചത്.